മെറ്റ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും, ഗൂഗിൾ ഡിമാൻഡ് ക്യാപ്ചർ ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഈ ഒരു ഡയലോഗ് ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവല്ലേ. പക്ഷെ എല്ലാ ബിസിനസ്സും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് നോക്കാം. ഒരു ഓർത്തോപീഡിക് ക്ലിനിക്കിന് 30,000 മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ആ ബഡ്ജറ്റ് മുഴുവൻ മെറ്റ ആഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും? തീർച്ചയായിട്ടും ഇല്ല അല്ലെ. കാരണം നീ പെയിൻ ഉള്ള ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് അന്വേഷിച്ചില്ല. അയാൾ നേരെ ഗൂഗിളിൽ ഓർത്തോപീഡിക് ക്ലിനിക് നിയോമി അല്ലെങ്കിൽ നീ പേയ്മെന്റ് ട്രീറ്റ്മെന്റ് ഇതൊക്കെ ആയിരിക്കും സെർച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ ഗൂഗിൾ ആഡ്സ് തന്നെയാണ് കൂടുതലായിട്ട് എഫക്റ്റീവ് ചെയ്യുന്നത്. പക്ഷേ നീ റീപ്ലേസ്മെന്റ് സർജറിയെ കുറിച്ചിട്ട് ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരോട് നേരിട്ട് ബുക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല. ആദ്യം അവർക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. പേഷ്യന്റിന്റെ സക്സസ് സ്റ്റോറീസ്, ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ്, എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ഇതൊക്കെ അവർക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് അവർ ആദ്യം ഓർക്കുന്നത് നിങ്ങളുടെ ക്ലിനിക് തന്നെയായിരിക്കും. അതുകൊണ്ട് മെറ്റ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും, ഗൂഗിൾ ഡിമാൻഡ് ക്യാപ്ചർ ചെയ്യും എന്നത് ഒരു തമ്പ് റൂൾ മാത്രമാണ്. ഒരു നല്ല മാർക്കറ്റർ പ്ലാറ്റ്ഫോം നോക്കി ഒരിക്കലും ഡിസിഷൻ എടുക്കാനായിട്ട് പാടില്ല. കസ്റ്റമറിന്റെ ഇന്റന്റ് നോക്കിയിട്ടാണ് മാർക്കറ്റിംഗ് ചാനൽ തിരഞ്ഞെടുക്കേണ്ടത്. ഇതുപോലെ പ്രാക്ടിക്കൽ ഡിഷ് മാർക്കറ്റിംഗ് ഇൻസൈറ്റ്സ് പഠിക്കണമെങ്കിൽ എൻട്രിയുടെ ഡിഷ് മാർക്കറ്റിംഗ് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. സോ മാർക്കറ്റിംഗിനെ ടൂൾസ് കൊണ്ടല്ല, സ്ട്രാറ്റജി കൊണ്ടാണ് ജയിക്കേണ്ടത്.